ഹലോ ഓൾ വെൽക്കം ടു ടെക് ട്യൂട്ടർ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ലൈഫ് സ്കിൽസിന്റെ ആക്ടിവിറ്റി 7 ആണ്. ദിസ് ഈസ് ബേസിക്കലി പ്രസന്റേഷൻ ഓൺ ഇൻസ്റ്റൻസസ് ഓഫ് ഡെമോൺസ്ട്രേഷൻ ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ്. സെൽഫായിട്ട് ചെയ്യേണ്ടതാണ്, വീക്ക് 9 തീർക്കേണ്ടതാണ്. ഇൻഡിവിജ്വൽ ആണ് അതിൻ്റെ പ്രസന്റേഷൻ വരുന്നത്. ആൻഡ് അഗൈൻ 2 മാർക്കാണ്. 10 മാർക്കിന്റെ ടോട്ടൽ ഡിവിഷനായിട്ട് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളത് സ്കെയിൽ ഡൗൺ ചെയ്തായിരിക്കും എടുക്കേണ്ടത്. ഫസ്റ്റ് തിങ് ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഡാനിയൽ ഗോൾമാൻസ് 5 കമ്പോണൻസ് ആണ്. ഇമോഷണൽ ഇന്റലിജൻസിനെ ബേസ് ചെയ്തുള്ള 5 കോമ്പോണൻസ് ആണ് നമ്മൾ ഇതിൽ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിങ്ങനെ തന്നെ വേണമെന്ന് നിർബന്ധമില്ല, ഞാൻ ജസ്റ്റ് ഒരു പ്ലാൻ തരുന്നു എന്നേ ഉള്ളൂ. സോ ആദ്യം ഇമോഷണൽ ഇന്റലിജൻസ് ബേസിക്കലി എന്താണെന്ന് ഒരു സ്ലൈഡിൽ, ഒന്നോ രണ്ടോ സ്ലൈഡിൽ, ഒരു സ്ലൈഡ് മതിയാവും, ബിക്കോസ് വളരെ ചുരുങ്ങിയ നേരത്തിൽ ഇത് ചെയ്തു തീർക്കേണ്ടതാണ്. സിമ്പിൾ ടേംസിൽ ഓരോരുത്തരുടെയും വ്യക്തിപരമായ അഭിപ്രായം മതി, അതിനൊരു പിടിച്ചൊരു ഡെഫിനിഷൻ ആയിട്ട് വേണമെന്നൊന്നുമില്ല. ഇനി ഇതിൻ്റെ അകത്ത് ഈ 5 കോമ്പണൻസ് സെൽഫ് അവയർനെസ്, സെൽഫ് റെഗുലേഷൻ, മോട്ടിവേഷൻ, എംപതി ആൻഡ് സോഷ്യൽ സ്കിൽസ് ആണ് നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് തിങ്, നമ്മളൊരു സിറ്റുവേഷനെ വെച്ചിട്ട് വേണം അത് ചെയ്യാൻ. എന്താണ് സംഭവിച്ചത്, എപ്പം, എങ്ങനെ സംഭവിച്ചു, ഇതിൽ നിന്ന് എന്ത് ഇമോഷനാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഫ്രസ്ട്രേഷൻ ആണോ, ആങ്കർ ആണോ, ആങ്ഷൈറ്റി ആണോ, അല്ല ഭയങ്കര സന്തോഷമായിരുന്നോ, ഹാപ്പിനെസ് ആണോ ഫീൽ ചെയ്തത്, എൻതൂസിയാസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്തോ, അങ്ങനെ എന്ത് ഇമോഷൻ വേണമെങ്കിലും നമുക്ക് അതിൽ അഡ്രസ്സ് ചെയ്യാം. നെക്സ്റ്റ് കോർ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇമോഷണൽ കോമ്പോണൻസിന് സെൽഫ് അവയർനെസ്. ഇപ്പം അവിടെ എന്ത് ഫീലിംഗ് ആണ് നമുക്ക് ഉണ്ടായത്, നമുക്കത് എന്തുകൊണ്ട് അങ്ങനെ തോന്നി എന്ന് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. അതായത് ഇപ്പം സപ്പോസ് ബസ്സിൽ ഒരാൾ കയറിയപ്പോൾ, ഭയങ്കര ഏജ് ആയിട്ടുള്ള ഒരാൾ കയറി, ആരും എഴുന്നേറ്റൊന്നും കൊടുത്തില്ല, നമുക്ക് ഫ്രസ്ട്രേറ്റഡ് ആയി. അത് കണ്ടിട്ട് നമ്മൾ എഴുന്നേറ്റ് നിൽക്കുകയായിരുന്നു, അപ്പോൾ വേറെ ആരെയും എഴുന്നേറ്റ് കൊടുത്തില്ല, നമ്മൾക്ക് ഫ്രസ്ട്രേഷൻ ആയി. ഞാൻ എന്തുകൊണ്ട് ഫ്രസ്ട്രേറ്റഡ് ആയി എന്നുള്ള ചിന്ത. സെൽഫ് റെഗുലേഷൻ, അത്ര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ തന്നെ ഞാനത് എങ്ങനെ കൺട്രോൾ ചെയ്തു, അവിടുന്ന് ഒരു ഇഷ്യൂ എങ്ങനെ ഉണ്ടാക്കിയില്ല, അതിനെ ഞാൻ എങ്ങനെ റീഡയറക്റ്റ് ചെയ്തു, ഞാൻ അതിനോട് വളരെ ഇമ്പൾസീവ് ആയിട്ടാണോ റിയാക്ട് ചെയ്ത്, കാം ആയിട്ടാണോ, ഇതൊക്കെ കാര്യങ്ങൾ. പിന്നെ ഇനി മോട്ടിവേഷൻ, നമ്മളുടെ ഫോക്കസിനെ നമ്മൾ അതിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതായിരുന്നു, അല്ല ഇൻവോൾവ് ചെയ്യേണ്ടതായിരുന്നു. സോ ഇപ്പം ഞാൻ പറഞ്ഞൊരു കേസാണ്, എമ്പത്തറ്റിക് ആയിട്ട് ഇൻവോൾവ് ചെയ്യേണ്ടതാണ്. ഇതിൽ അഡ്രസ്സ് ചെയ്തിരിക്കുന്ന മോട്ടിവേഷൻ, ഞാനിപ്പോൾ ഒരു സീരിയസ് ഇഷ്യൂവിൽ നിന്ന് മാറി നിന്നു എങ്കിൽ ഞാൻ എങ്ങനെ അതിൽ നിന്ന്, ആ സിറ്റുവേഷനിൽ നിന്ന് അൺഫോക്കസ്ഡ് ആയിട്ട് എങ്ങനെ നിന്നു, അത് നമ്മുടെ ഗോളിലേക്ക് നമ്മളെ എങ്ങനെ റീഡയറക്റ്റ് ചെയ്തു. എംപതി, അതർ ഇമോഷൻസിനോട് നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്തു എന്നുള്ളതാണ് എമ്പതിയിൽ കൂടെ. ഇപ്പം നമുക്ക് ചിലപ്പോൾ ദേഷ്യം വന്നു, അല്ലെങ്കിൽ പക്ഷെ അവിടെ ഇരിക്കുന്ന ബാക്കിയുള്ളവരെ കൺസിഡർ ചെയ്തിട്ട് ഞാൻ എങ്ങനെ അത് കാം ഡൗൺ ആയിട്ട് നിന്നു, അതിലെങ്ങനെ കമ്പാഷൻ അല്ലെങ്കിൽ പേഷ്യൻസ് കാണിച്ചു. സോഷ്യൽ സ്കിൽസ്, ഞാൻ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, ഒരു ഇഷ്യൂ ഉണ്ടാകുന്നിടത്ത് അതെങ്ങനെ റിസോൾവ് ചെയ്തു, ബാക്കിയുള്ളവരുമായിട്ട് ഞാൻ എത്ര കണ്ട് കൊളാബറേറ്റ് ചെയ്തു, ഈ വക കാര്യങ്ങൾ. സോ ഇത് ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ സിറ്റുവേഷൻ നിങ്ങൾ ചൂസ് ചെയ്യുന്ന അനുസരിച്ച് ഈ കണ്ടീഷൻസ് മാറാം. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ള, അതൊരു അപ്രോപ്രിയേറ്റ് എക്സാമ്പിൾ പോലും അല്ല. സപ്പോസ് ഇപ്പോൾ ഒരു കോളേജിലെ ജൂനിയേഴ്സുമായിട്ടൊരു ഡിസ്പ്യൂട്ട് വരുന്നു എന്നുള്ളൊരു കേസാണെന്ന് വിചാരിക്കാം. പലപ്പോഴും കുട്ടികൾ ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ പോകുന്ന ഇതിൽ നിന്ന് നമ്മളെങ്ങനെ അൺഫോക്കസ്ഡ് ആയിട്ട് നിന്നു എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. നെക്സ്റ്റ് വൺ, ഇതിൻ്റെ ഔട്ട്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സിറ്റുവേഷനിൽ ഈ പറഞ്ഞ 5 സെഗ്മെന്റ്സ് അപ്ലൈ ചെയ്തതിൽ റിസൾട്ട് എന്തായിരുന്നു, അതുകൊണ്ട് നമ്മൾ എന്താണ് സെൽഫായിട്ട് ലേൺ ചെയ്തത്, അത് നമ്മുടെ ഔട്ട്കംസിൽ എത്ര കണ്ട്, റിലേഷൻഷിപ്പിൽ അത് എത്ര കണ്ട് ഹെൽപ്പ് ചെയ്യുന്നു, ഈ ഒരു കാര്യവും മെൻഷൻ ചെയ്യാം. വാട്ട് ഈസ് ദ കീ ടേക്ക് അവേ. ഇതിൽ നിന്ന് നമ്മുടെ പിയർ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിലെ എല്ലാ മെമ്പേഴ്സിനും ഇമോഷണൽ ഇന്റലിജൻസ് എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ളത് സജസ്റ്റ് ചെയ്യാം. ആൻഡ് ഇതിന് വേണ്ടുന്നുള്ള മെത്തേഡ്സ് എന്താണ്, ജേർണലിങ്, അല്ലെ ആക്റ്റീവ് ലിസണിങ്, റിയാക്ട് ചെയ്യുന്നതിന് മുമ്പ് പോസ് ചെയ്യുക, എന്നിട്ടൊന്ന് ആലോചിച്ചിട്ട് മാത്രം റിയാക്ട് ചെയ്യുക, ഒരു തിങ്കിങ് ടൈം കൊടുത്തിട്ട്. സോ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം എന്നുള്ളത്. ഇനി ഇതിൻ്റെ ഒരു റൂബ്രിക്സ്, എന്തൊക്കെ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് അസസ്മെന്റ് നടത്താം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലാരിറ്റി എങ്ങനെയുണ്ട്, ഈ പറഞ്ഞ 5 കോമ്പോണൻസിനെ എങ്ങനെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഇതിൽ പറഞ്ഞിരിക്കുന്ന റിഫ്ലക്ഷൻ എത്ര ഡെപ്ത് ആണ്, പ്രസന്റേഷൻ സ്കില്ല്, അതിനൊരു 1 മാർക്ക് മതിയാവും. ആൻഡ് ഒരു ടേക്ക് അവേ നമുക്ക് കിട്ടിയിട്ടുണ്ടോ. ഈ ലാസ്റ്റ് 2 1 മാർക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കി 3 അല്ലെങ്കിൽ ലാസ്റ്റ് 2 ഓക്കെ 5 കോമ്പണൻസ് ആണ്, അപ്പോൾ എല്ലാത്തിനും 2 മാർക്ക് വീതം ഒരു 10 മാർക്ക് എന്നുള്ള ക്രൈറ്റീരിയയിൽ കൊണ്ടുപോയാലും മതിയാകും. ഐ ഹോപ്പ് ഈ ഒരു സെഗ്മെന്റ് എല്ലാവർക്കും പിടികിട്ടിയെന്ന് കരുതുന്നു. നെക്സ്റ്റ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്